നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ കുഴിമന്തി കടയുടെ വിഷു ആശംസ. ശ്രീകൃഷ്ണനെ അപമാനിച്ചെന്ന് ആരോപണം. കടയുടമ അർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർത്തല മനോരമ കവലയുടെ വടക്കുവശത്ത് പ്രവർത്തിക്കുന്ന മെഹർ കുഴിമന്തി കടയ്ക്കെതിരെയാണ് ആരോപണം. വിഷു ആശംസ നേർന്നുകൊണ്ടുള്ള പോസ്റ്ററാണ് വിവാദമായത്. കുഴിമന്തിക്ക് മുന്നിൽ ആർത്തിയോടെ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് പോസ്റ്ററിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത്. സംഭവം നാട്ടിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ഹൈന്ദവ സംഘടനകൾ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും കടുത്ത പ്രതിഷേധം ഉയർത്തി. ചേർത്തലയിലെ അഭിഭാഷകനായ MP ബിജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് കേസെടുത്തു. 9 പേർ ചേർന്നാണ് സ്ഥാപനം നടത്തുന്നത്. ഇതിൽ ഒരാളായ അർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന BNS 192 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. സംഭവത്തെ തുടർന്ന് ഖേദം പ്രകടിപ്പിച്ച കടയുടമകൾ രംഗത്തെത്തി. നമ്മൾ ഏപ്രിൽ 15-ന് വിശ്വാസംസം നേരുന്നതിന് വേണ്ടി നമ്മളൊരു പോസ്റ്റർ ചെയ്യുകയുണ്ടായി. പക്ഷെ ആ ഒരു പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇതൊരു നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും ആശംസകൾ എത്തിക്കുകയും ഉണ്ടായി. പക്ഷേ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പോസ്റ്റർ എങ്ങനെയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് മാക്സിമം ഇപ്പം ചേർത്തല എന്നുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇപ്പം ഇന്ത്യ മൊത്തം ഈ ഒരു പ്രശ്നം എല്ലാവരിലും എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു മതത്തെ അവഹേളിക്കാനോ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയല്ല. അങ്ങനെ ഒരു പ്രശ്നം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്തല്ല. എല്ലാവരിലേക്കും ഒരു ആശയം എത്തിക്കുക, ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അതിപ്പം എല്ലാ സോഷ്യൽ മീഡിയകളും അതുപോലെ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഇതിനകത്ത് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ പ്രശ്നം നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും മെഹർ മന്തിയുടെ മാനേജ്മെൻറ്റിനകത്ത് ഒരാളെന്നുള്ള നിലയിൽ ഇതുമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളിൽ എല്ലാവരോടും നമ്മൾ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഈ ഒരു പ്രശ്നം ഇനിയും മുന്നോട്ട് പോകരുത്, ഇതിവിടെ എങ്ങനെയെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ പൊരുത്തപ്പെട്ട് സഹകരിക്കണമെന്ന്. പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ മറ്റൊരാളെയാണ് ഏൽപ്പിച്ചത്. ശ്രദ്ധക്കുറവുണ്ടായെന്നും ഖേദിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ബിൻ മീഡിയ, ചേർത്തല.